ഹായ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു കുട്ടി സമോസയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. പിന്നെ അതായത് ബ്രെഡ് സമോസ. നമ്മുടെ വീട്ടിൽ മാവൊന്നും കുഴയ്ക്കാതെ തന്നെ നമ്മുടെ വീട്ടിൽ കുറച്ച് ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ് തയ്യാറാക്കിയാൽ. അതുപോലെ രാവിലെ വൈകിട്ടും ഒക്കെ നമുക്ക് തയ്യാറാക്കി കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സമോസയാണ്. എല്ലാവരും ഇത് വീട്ടിൽ തയ്യാറാക്കണം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും ഒന്നും മറക്കല്ലേ. ഇനി നമ്മുടെ ബ്രെഡ് സമോസ അല്ലെങ്കിൽ കുട്ടി സമോസ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ബ്രെഡ് സമോസ തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ ഇടിക്കാനുള്ള ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇടിക്കുന്നുണ്ട് വേണ്ട. അതിനകത്തേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മല്ലി, 1 ടേബിൾ സ്പൂൺ പെരുംജീരകം അല്ലെ വലിയ ജീരകം, 1 ടീസ്പൂൺ ചെറിയ ജീരകം, നല്ല ജീരകം എന്ന് പറയും. ഇനി ഇത് മൂന്നും കൂടെ നമുക്കൊന്ന് ഇടിച്ചെടുക്കാം. ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. വേണ്ട, നമ്മളിതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. വേണ്ട, ഒരു പാത്രം അടുപ്പ് വെച്ച് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ, എണ്ണ, ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം, ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, അത് ഇതിലേക്ക് ഇടാം. വേണ്ട, അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചാണല്ലോ ചതച്ച് വെച്ച ജീരകവും വലിയ ജീരകവും ചെറിയ ജീരകവും പിന്നെ മല്ലി. ഇനി അതിലേക്ക് പൊരിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത്, ഇനി ഇതിലേക്ക് നമുക്ക് പൊട്ടറ്റോ 4 പൊട്ടറ്റോ പുഴുങ്ങി പൊടിച്ചെടുത്തിടാം. നല്ലപോലെ പൊടിക്കണം കേട്ടോ, ചെറിയ ഒരു തരിയാകാവുള്ളൂ. ഞാൻ 4 ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 3 എണ്ണോ 2 എണ്ണത്തിലൊക്കെ തയ്യാറാക്കാം. എത്ര വേണോ അതനുസരിച്ച് നമുക്ക് തയ്യാറാക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇടുവാണ്. ഒന്ന് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ കുറച്ച് ഉപ്പ് എപ്പോഴും ടേസ്റ്റ് അനുസരിച്ച് ഇടും. ചേർന്ന് ഇളക്കി കൊടുക്കാം. 1/2 ടീസ്പൂൺ അയമോദകം അജ്വിൻ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 കപ്പ് ബട്ടറാണ് വേവിച്ചതായത് കേട്ടോ. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലപോലെ. ബട്ടറാണെ ഒരുപാട് വേവിച്ചിടണ്ട, ഒരു പകുതി വേവാക്കി ഇട്ടാൽ മതി. എന്നാൽ എണ്ണയിലൊക്കെ പൊരിക്കുന്നില്ല, അന്നേരം എല്ലാ വേവും കൂടെ ആകുമ്പോൾ വെന്തോ. 1 ടേബിൾ സ്പൂൺ മാംഗോ പൗഡർ, ആംചൂർ പൗഡർ, മാങ്ങ ഉണങ്ങിയ പൊടി. എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഇതൊക്കെ ചേർത്ത് തയ്യാറാക്കുമ്പോൾ യഥാർത്ഥ സമോസയുടെ ടേസ്റ്റ് കിട്ടും. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. ഇതൊന്ന് തണുക്കാൻ വെച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. വേണ്ട, ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോ പീസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ട് നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തണം. അമർത്തിയിട്ട് പതുക്കെ നീക്കി കൊടുക്കണം, അല്ലെങ്കിൽ മാത്രമേ ബ്രെഡ് പരന്ന് വരത്തുള്ളൂ. ഇങ്ങനെ അമർത്തിയിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കണം. അമർത്തി പരത്തണം, സ്പീഡിലാവരുത് കേട്ടോ. സ്ലോല് അമർത്തി സ്ലോല് ഇങ്ങനെ പരത്തി. ഇനി തിരിച്ചിങ്ങനെ വെച്ചിട്ട് പരത്തണം. വേണ്ട, നമ്മൾ പരത്തിയിട്ടുണ്ട്. ഇനി ഇതിന്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇത് ചൂടാക്കി പൊടിച്ച് ബ്രെഡ് ക്രംസ് ആയിട്ട് ഉപയോഗിക്കാം. അത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ മൂലയൊന്ന് കട്ട് ചെയ്യാം. ഇങ്ങനെ 4 മൂല നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക്
ഇതാ ഇങ്ങനെ കട്ട് ചെയ്യണം. ഇങ്ങനെ കട്ട് ചെയ്യണം. അതുകൊണ്ട് ഇതിൽ നമുക്ക് ഒരു പീസ് എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് ഇതിനോട് നീക്കി വെക്കാം. ഇതിലോട്ട് ഒരല്പം വെള്ളത്തോടെ ഇങ്ങനെ എന്നിട്ട് ഇതാ ഇങ്ങനെ എടുക്കണം. ഇത് കണ്ട, ഇതെടുത്ത് ഇതാ ഇങ്ങനെ വെക്കണം. ഒന്നിൻ്റെ പുറത്തോട്ട് ഒന്ന് വെക്കണം. വെച്ചിട്ട് ഇവിടെ ഒട്ടിക്കണം. അങ്ങനെ കണ്ട് നല്ല പോലെ ഒട്ടിക്കണം. കണ്ട എന്നാ ഇതുപോലെ ഒട്ടി. ഇതൊക്കെ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി കേട്ടോ. ഞാൻ ഏത് വീഡിയോ ചെയ്താലും ഞാൻ അറിയാൻ വയ്യാത്തുള്ള കാര്യം പ്രത്യേകം പറയുന്നത്. കാര്യം എല്ലാവരും അറിയാവുന്നവരായിരിക്കത്തില്ലല്ലോ. അറിയാവുന്നവര് എന്നിട്ട് ഈ മസാല തയ്യാറാക്കി വെച്ചത് കുറച്ച് ഇതിലേക്ക് വെക്കണം. ഒരു ടീസ്പൂൺ മതി. എന്നിട്ടൊരല്പം വെള്ളം തൊടണം. ഇതാ എന്നിട്ട് ഇതാ ഇങ്ങനെ അങ്ങ് അടയ്ക്കും. ഇങ്ങനെ അങ്ങ് ഒട്ടിക്കണം. അത് വെള്ളം തൊടുമ്പോൾ അങ്ങ് ഒട്ടിക്കോളും. വേണ്ട, ഒട്ടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി എല്ലാം നമുക്കിതുപോലെ ഒട്ടിച്ച് റെഡിയാക്കിയെടുക്കാം. വേണ്ട, ഇത് മടക്കിയതും ഒട്ടിച്ചതും ഒക്കെ എല്ലാവരും കണ്ടല്ലോ. തയ്യാറാക്കാൻ ഈസിയാണ്. കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷം ഇത് തയ്യാറാക്കി കൊടുത്താൽ. അതിനാണ് ഞാൻ കുട്ടി സമോസ എന്ന് പേരിട്ടത്. അതുകൊണ്ട് നമുക്കെല്ലാം ഇതുപോലെ തയ്യാറാക്കി എടുക്കാം. നമ്മുടെ കുട്ടി സമോസ എല്ലാം ഫില്ല് ചെയ്ത് റെഡിയാക്കി മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് പൊരിച്ചു പോരാം. വേണ്ട, ചട്ടി അടുപ്പ് വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിച്ചു പോരാം. മീഡിയം ഫ്ലെയിമിലിട്ട് പൊരിച്ചു പോരാം. ഓരോന്നായിട്ട് ഇട്ടു. ഗോൾഡൻ ക്രിസ്പി ആവുന്ന വരെ നമുക്കിത് പൊരിക്കണം. എന്നിട്ട് പോരാം. നല്ലപോലെ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ല ഗോൾഡൻ ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ എല്ലാം പൊരിച്ചു പോരാം.